ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അലമാരയിലൊക്കെ ഇതുപോലെ തുണികളൊക്കെ മടക്കി വെക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് കാലം ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പൂപ്പലിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു പൂപ്പൽ മണക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെ പോക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സാരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളത് ചുരിദാർ, അല്ലെങ്കിൽ ലെഹങ്ക, ഏത് തരം സെറ്റായാലും നമ്മൾ പ്രത്യേകിച്ചും പാർട്ടികളിലൊക്കെ പോകുന്ന സമയത്ത് മാത്രമായിരിക്കും ഇത് യൂസ് ചെയ്യുക. അപ്പോൾ അതുവരെ നമ്മൾ അതുപോലെ അടച്ചിട്ട് സൂക്ഷിക്കും. അപ്പോൾ എന്തായാലും ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് ഞാൻ ഷെയർ ചെയ്ത് തരാം. തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സിമ്പിൾ ടിപ്പ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പൗഡർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ആ പൗഡർ എന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായിട്ട് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ 2 അണ്ടർ ആംസിലായിരിക്കും, ഈ 2 സൈഡിലും അണ്ടർ ആംസിലായിരിക്കും കൂടുതലായും വിയർപ്പ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ബാഡ് സ്മെല്ല് വരെ ഈ 2 സൈഡുകളിലായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കഴുത്തിൻ്റെ തൊട്ട് ഈ ഒരു പിറകുവശം കൂടുതലായും വിയർപ്പിറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കഴുത്തിൻ്റെ തൊട്ട് പിറകുവശത്ത് എപ്പോഴും തീർച്ചയായും ഒരു ബാഡ് സ്മെൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഡ്രസ്സ് മടക്കി വെക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട്, പ്രത്യേകിച്ച് അലക്കിയതാണെങ്കിലും ഇനി നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കിയതാണെങ്കിൽ കൂടി നിങ്ങളതെടുത്ത് വെക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ചെയ്യേണ്ടത്, അതുപോലെ കുറച്ച് പൗഡർ എടുക്കുക. ഏത് പൗഡർ ആയാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രാഗ്രൻസ് ആയാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലും ജസ്റ്റ് ആ ഒരു ആംസിൻ്റെ ഭാഗം വരുന്ന അവിടെ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ പിന്നിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മടക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളപ്പം ഇത് നിർത്തി കഴിഞ്ഞാലും ആ ഒരു സ്മെല്ല്, പൗഡറിൻ്റെ ആ ഒരു സ്മെല്ലായിരിക്കും. തീർച്ചയായും പൂപ്പിൻ്റെ സ്മെല്ലുണ്ടാവില്ല. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ പൗഡർ കലക്കിയ കുറച്ച് വെള്ളം, അഥവാ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെർഫ്യൂം അടിച്ചു കൊടുക്കാം. പൗഡറിൻ്റെ വെള്ളത്തിൽ കേട്ടോ. പൗഡർ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ പൗഡർ നന്നായി അതിലേക്ക് അലിഞ്ഞ് കിട്ടും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പെർഫ്യൂമാണോ ഇഷ്ടമുള്ളത് അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം അതൊരു സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം ഇതുപോലെ ഈ അണ്ടർ ആംസിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അണ്ടർ ആംസിൽ അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഇത് ജസ്റ്റ് ഒന്ന് ഉണക്കാനിടാം. വെയിലത്ത് വെച്ച് ഉണക്കാനായാലും, അല്ലെങ്കിൽ ഇത് നിങ്ങൾ കാറ്റത്തിടല്ലേ, പുറത്ത് പോയി വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് കാറ്റ് കൊള്ളിക്കാറുണ്ട്. ആ കാറ്റത്തിടുമ്പോൾ ജസ്റ്റ് ഒന്ന് അതുപോലെ അടിച്ചു കൊടുത്തതിന് ശേഷം കാറ്റത്തിട്ട് ഉണക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് പൗഡർ ഒന്ന് കുടഞ്ഞതിന് ശേഷം നിങ്ങൾ അതുപോലെ മടക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു ബാഡ് സ്മെല്ല് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ കബോർഡൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പുകളൊക്കെ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ അയൺ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ പൂപ്പൽ നിങ്ങളിത് ചെയ്ത് വെക്കാൻ മറന്നു പോയൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അയൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കംഫർട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കംഫർട്ട് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രേ ബോട്ടിൽ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഡ്രസ്സിലൊക്കെ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക.